ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്യാൻവാസ് വ്ലോഗറിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വാക്വം ക്ലീനറാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വാക്വം ക്ലീനറാണ്. ഇത് നന്നായിട്ട് വലിച്ചെടുക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ നമുക്ക് ഈ വാക്വം ക്ലീനർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂടെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന അടിപൊളിയ വീഡിയോസ് നിങ്ങളിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ റൈറ്റ് ഇൻ ടു ദ വീഡിയോ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് വാക്വം ക്ലീനർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു DC ഫാൻ വേണം. അപ്പോൾ ആ DC ഫാൻ ഈ അടപ്പിലൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമുക്ക് അടപ്പിലൊരു തുളയുണ്ട്, സർക്കിളിൽ തന്നെ ആ തുള വേണം. അപ്പോൾ നമ്മൾ അതിനകത്ത് ആ അടപ്പൊന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ ഈ അടപ്പ് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് വുഡ് ഫില്ലാണ്. നമ്മുടെ ഫെവിക്കോളിൻ്റെ വുഡ് ഫില്ലാണ് നമ്മളിപ്പോൾ അടപ്പ് ഒട്ടിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഈ വുഡ് ഫിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഫാൻ DVD ഫാൻ ഈ അടപ്പിലൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഈ വുഡ് ഫിൽ യൂസ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൈയൊക്കെ നന്നായി ഒട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഫാനിൽ ഇതൊന്നും നന്നായി സെറ്റ് ചെയ്യാം. സൈഡിലൊക്കെ നമുക്ക് ഈ വുഡ് ഫില്ലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഒരിക്കലും പൊട്ടിപ്പോകാത്ത രീതിയിൽ നല്ല ശക്തിയായിട്ട് തന്നെ നമുക്ക് ഫാൻ ഒട്ടിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ഫാൻ അടിപൊളിയായിട്ട് തന്നെ ഒട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് കറക്കിയൊക്കെ നോക്കിയപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട സാധനം ഒരു ചാക്കാണ്. ഇത് പലചരക്ക് കടയിലൊക്കെ കിട്ടുന്ന ഒരു നെറ്റിൻ്റെ ചാക്കാണ്. ഈ ചാക്ക് നമ്മളൊരു ഫിൽട്രേഷൻ പോലെ ഒരു അരിപ്പ പോലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തൊരു കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മേലത്തെ അടപ്പിൻ്റെ ഉള്ളിൽ ഒട്ടിച്ച് വെക്കണം. ഒരു അരിപ്പ പോലെ അല്ലെങ്കിൽ ഫിൽട്രേഷൻ പോലെ നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഒട്ടിക്കാനായിട്ട് നമുക്കൊരു ഈർക്കിൽ വേണം, കാരണം അത് ഡയറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ ഒട്ടൂല. അതുകൊണ്ട് നമ്മൾ ഈർക്കിൽ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. സ്ക്വയറിൻ്റെ ഷേപ്പിൽ 4 ഈർക്കിൽ സെയിം അളവിൽ മുറിച്ചെടുക്കണം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ആ അരിപ്പ അതിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ അബ്സോർവ് ചെയ്യുന്ന ഡസ്റ്റ് പുറത്തേക്ക് ചാടിപ്പോവില്ല. അതിനാണ് ഈ നെറ്റ് പോലെ വലിയ സാധനം ഇതാക്കുന്നത്. നമ്മൾ ആ സമയം ഇതൊന്ന് വെച്ച് നോക്കിയപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഈ ഡസ്റ്റ് ഇതിൻ്റെ ഉള്ളിലേക്ക് വരാനുള്ളൊരു ഹോസാണ്. അതിന് ഞാൻ യൂസ് ചെയ്യുന്ന ഹോസ് നമ്മുടെ ചെടിയൊക്കെ നനയ്ക്കുന്നത്. അതൊന്ന് നമ്മുടെ ഇതിനകത്തൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ടൊരു തുളയിട്ടിട്ട് അത് വുഡ് ഫിൽ വെച്ച് തന്നെ നമ്മൾ ഈ ഓസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഓസ് നന്നായിട്ട് തന്നെ ഒട്ടണം, പൊട്ടിപ്പോയത്. അപ്പോൾ എൻ്റെ ഓസ് ഉണങ്ങി നല്ല ഒട്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് വെച്ച് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇപ്പം നമ്മുടെ മേജർ പോർഷൻ ഓഫ് വാക്വം ക്ലീനർ തീർന്നിട്ടുണ്ട്. ഇനിയുള്ള പരിപാടി നമ്മൾ ഔട്ട് കൊടുക്കുന്നതാണ്. ഇത് 12 വോൾട്ടിൻ്റെയാണ്. ഇതെങ്ങനെയാണ് ഔട്ട് കൊടുക്കുന്നത് നോക്കാം. ഇപ്പോൾ ഞാൻ 12 വോൾട്ടിൻ്റെ ബാറ്ററി അല്ല യൂസ് ചെയ്യുന്നത്, SMPS ആണ്. നിങ്ങൾക്ക് SMPS അല്ലെങ്കിൽ എന്തൊരു പവർ സോഴ്സ് യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് SMPS ആണ്. ഇത് DVDൻ്റെ SMPS ആണ്. SMPS ഡയറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് ഒട്ടിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു പലക ഒരു പീസ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഈ കഷ്ണം നമുക്ക് അതിനകത്തുനിന്ന് പൊട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം ഈ SMPS ഒന്ന് ഡയറക്റ്റ് ഇട്ട് ഒട്ടിക്കാതിരിക്കാൻ വേണ്ടി അതിൻ്റെ അടിയിൽ സോൾഡറിങ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പ്രിങ് പോലത്തെ ഒരു റബ്ബറിൻ്റെ സാധനം നമുക്ക് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ SMPS ഒന്ന് ഒട്ടിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ വയർ SMPSൻ്റെ 12 വോൾട്ട് ഔട്ടിലേക്ക് കൊടുക്കണം. അപ്പോൾ നമ്മുടെ വാക്വം ക്ലീനർ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡസ്റ്റൊക്കെ വെച്ചിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഡസ്റ്റ് അല്ല യൂസ് ചെയ്യുന്നത്, തെർമോക്കോളിൻ്റെ ബോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നന്നായിട്ട് തന്നെ തെർമോക്കോളിൻ്റെ ബോൾസ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർഡ് ആയിരിക്കും, അത് പുറത്തേക്കൊന്നും പോകില്ല. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് തന്നെ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും ക്യാൻവാസ് ബ്ലോഗിലേക്ക് വരണം. ഇങ്ങനത്തെ അടിപൊളി വീഡിയോസിനായിട്ട് ക്യാൻവാസ് ബ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ഇതൊക്കെ തുറന്നൊക്കെ നോക്കണം. അപ്പോൾ ഇത് മൊത്തമായിട്ടൊന്ന് അബ്സോർവ് ചെയ്യട്ടെ. ഇത് നന്നായിട്ട് തന്നെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതൊക്കെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടോയെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാം അതിൻ്റെ ഉള്ളിൽ തന്നെ അബ്സോർവ് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റോർഡ് ആണ്. അപ്പോൾ ഇനിയും അടിപൊളിയായ വീഡിയോസിന് വേണ്ടി ക്യാൻവാസ് വ്ലോഗറിലേക്ക് വരണം. താങ്ക്സ് ഫോർ വാച്ചിങ്.